Hi friends, it's me Alvin and welcome to Alvin Sub. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് താഴോട്ട് വരികയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ നിവിൻപോളി നായകനായിട്ട് വരുന്ന വിജയം സിനിമയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ടീസർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമ്മുടെ അൽഫോൺസ് പുത്രനാണ് ഡയറക്ടറായിട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡ് സിനിമ വന്നപ്പം ഒന്ന് ഏറിപ്പോയതാണ് പുള്ളി. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി സെൽഫ് ട്രോളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് വന്നതെന്നാണ് കേൾവി. ഞാൻ കണ്ടിട്ടില്ല, ഇൻസ്റ്റയിൽ ചെറിയൊരു വീഡിയോ കണ്ടതാണ്. അപ്പം നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റിട്ടൺ ആൻഡ് എഡിറ്റഡ് ഡയറക്റ്റഡ് ബൈ അൽഫോൺസ് പുത്രൻ. റൈറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ അൽഫോൺസ് പുത്രൻ. ഞാൻ വായിച്ചത് തെറ്റിപ്പോയതാണ്. ഓക്കെ, എഡിറ്റർ അൽഫോൺസ് പുത്രനാണ്. ആൻഡ് നായകനായിട്ട് വരുന്നത് നമ്മുടെ നിവിൻപോളിയാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം ടീസർ കണ്ടിട്ടല്ലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം ടീസർ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പം പോയിട്ട് വരാം. അപ്പം ഗൈസ്, നിവിൻപോളിൻ്റെ 50ാമത്തെ പടം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. കല്യാൺ ജ്വല്ലേഴ്സ്, നിവിൻപോളി's 50s film. Long white tall jet brand. വൈഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഇതൊന്നും അനങ്ങൂലേ? എന്തായാലും ഒരു ബൈക്ക് റേസ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ആശാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മറ്റേ ഉറുമ്പും പക്ഷിനെയും പൂമ്പാറ്റനെയും വിട്ട് കുറച്ച് മാറ്റി പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറുമ്പ്. ഉറുമ്പ് കേരളത്തിലോ ഹെൽമെറ്റൊക്കെ സജ്ജി. ആരാ നീയായിരുന്നാ? നിന്നെ ഞാൻ കുറെ നാളായി തപ്പി നടക്കായിരുന്നു. ഇവിടെ വിളിച്ചിരിക്കായിരുന്നല്ലേ? എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി, ഉറുമ്പ്, മറ്റേ കുഴിയാനാലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. നിന്റെ ഉറുമ്പും തുമ്പി എടുത്ത് മതിയായില്ലേ? നീ എന്തിവിടെ? മനസ്സിലായില്ല? അതാണ് നിന്റെ പ്രശ്നം. പരിപാടി വാ. ആ
ഫ്ലാഗിങ് ഓഫ് സൂൺ. അങ്ങനെ നമ്മൾ വീഡിയോ കണ്ടു. എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ പിടിക്കുമെന്നാണ് ഈ സിനിമയിലൂടെ പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്നത്. സെൽഫ് ട്രോളാണ് ഫുള്ള് ട്രോൾ ചെയ്തിട്ടേക്കുന്നത്. എന്തായാലും ഒരു റേസിംഗ് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ടൈറ്റിലൊക്കെ ആണെങ്കിലും ഒരു നമ്മുടെ എന്താ പറയുക ടയറിൻ്റെ പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു റേസിംഗ് സംഭവം ആയിരിക്കും എന്തായാലും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബൈക്ക് റേസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതിനെ റിലേറ്റഡ് വെച്ചിട്ടുള്ള സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ഫണ്ണും ആക്ഷനും എല്ലാം മിക്സാക്കി ഒരു അടിപൊളി സംഭവമായിട്ടായിരിക്കും നമ്മുടെ അൽഫോൺസ് പുത്രൻ തിരിച്ചു വരിക എന്നുള്ളൊരു വിശ്വാസം എന്ന ഇതിലാണ് നിൽക്കുന്നത്. നിവിൻ പോളിൻ്റെ ഒരു കംബാക്ക് മൂവിയും കൂടി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സിനിമ ഉടൻ എന്താ പറയുക തിയേറ്ററിലോട്ട് വരാനുള്ള എല്ലാ പരിപാടികളും വേഗം തീർക്കുമെന്നാണ്. 50ാമത്തെ പടമായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ മ്യൂസിക്കൊക്കെ നിങ്ങൾ കേട്ടാലും ഒരു വെറൈറ്റി സംഭവം പിടിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.